വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 5 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രഗ്നൻസി സക്സസ്ഫുൾ ആയി എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഭയങ്കര കോമൺ ആയിട്ടുള്ള, അതായത് സോ കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ പെടുന്ന ലക്ഷണത്തിനെ പറ്റിയിട്ടല്ല കേട്ടോ. 5 വിയേർഡ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ, അതായത് ഇതും പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവയിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് സംഭവിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റമാണ്. കണ്ണിന് സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വിഷൻ ബ്ലറായി പോവുക. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ദൂരെയുള്ള ഒരു വസ്തുവിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് മങ്ങിയ രൂപത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ആ ഒരു വസ്തുവിന് ചുറ്റും ഒരു വൈറ്റ് കളറിലൊരു എന്താ പറയുക, ഒരു ആവരണം പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ടിവിയും നിങ്ങളുടെ ഡൈനിങ് ഏരിയയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഡൈനിങ് ഏരിയയിൽ നിന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലെ ടിവിയിൽ വരുന്ന കാര്യങ്ങൾ വായിക്കാനായിട്ട് പറ്റാതെ വരിക. അപ്പോൾ ഒരുപാട് പേരുണ്ട്, നമ്മൾ ദൂരെ നിന്നിട്ടാണെങ്കിലും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒക്കെ വായിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഹോർമോൺസിന്റെയും ഇൻക്രീസ് മൂലം നമുക്ക് എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വായിക്കാനായിട്ട് പറ്റാതെ വരുന്നു. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു കാര്യമായിരുന്നു. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറെ പോയി കാണാമെന്ന് വരെ ഞാൻ വിചാരിച്ചു. കാരണം വിഷൻ അത്രയ്ക്ക് ബ്ലറായി പോകുന്നു. ദൂരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും വൈറ്റ് കളറിലെ ഒരു ആവരണം നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് പോലെയൊക്കെ ഉണ്ടാവുന്നത് പലർക്കും പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ പലർക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. രണ്ടാമത്തെ ലക്ഷണമാണ് നമ്മുടെ ലിപ്പ് ഡ്രൈ ആയിട്ട് പോവുക, നമ്മുടെ ചുണ്ടുകൾ വരണ്ടു പോവുക. സാധാരണയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് വിന്റർ ആവുന്ന സമയത്താണ്. കുറച്ചൊന്ന് തണുപ്പൊക്കെ വരുമ്പോഴേക്കാണ് നമ്മുടെ ചുണ്ട് വരണ്ടു പോവുകയും വിണ്ട് പൊട്ടി വരികയും നമ്മൾ പൊളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊരു വിന്റർ ആവുന്ന സമയത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴേക്കും ഇങ്ങനെ സംഭവിക്കാം. ഇപ്പൊ മഞ്ഞുകാലമാണെങ്കിൽ കൂടി തന്നെ ഒരുപാട് മഞ്ഞൊന്നും ഇപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിലും ഇല്ല. പക്ഷേ മഞ്ഞുകളുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ലക്ഷണം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങളുടെ സറൗണ്ടിങ്സ് ചുറ്റും ആ ഒരു വിന്റർ സീസണിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ അങ്ങനെ അല്ലാത്തവർക്ക് ചുണ്ടില് ഡ്രൈനെസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, റെക്കറന്റ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടേതാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതിന്റെ റീസൺസ് എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാവുന്ന ഡീഹൈഡ്രേഷൻ. അതായത് ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശത്തിന് കുറവ് സംഭവിക്കുക. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ നോർമൽ എത്രത്തോളം വെള്ളമാണോ കുടിക്കുന്നത് ആ വെള്ളത്തിന്റെ മെജോറിറ്റി പോർഷനും എംബ്രിയോയെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ ത്വരിതപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ അതിന് ആ ഒരു പോർഷന് വേണ്ടിയിട്ട്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരം കൂടുതലായിട്ട് പ്രവർത്തിക്കുമ്പോഴേക്കും നമ്മുടെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ശരീരത്തിൽ ഇല്ലാതെ വരുന്നു. അങ്ങനെ നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഡീഹൈഡ്രേഷൻ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ ലിപ്പിൽ ഡ്രൈനെസ് ഉണ്ടാകുന്നതിന്, അതോടൊപ്പം തന്നെ നിങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസിനും, അതായത് പെട്ടെന്ന് ഹോർമോൺസിന്റെ സർജ് നമ്മളുടെ ശരീരത്തിലോട്ട് ഉണ്ടാവുകയല്ലേ, ഇതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം, അതായത് നിങ്ങളുടെ ലിപ്സ് ഡ്രൈ ആവുന്നത് പോലെ അനുഭവപ്പെടാം കേട്ടോ. മൂന്നാമത്തെ ലക്ഷണമാണ് പിമ്പിൾസ് ഉണ്ടാവുക. പീരിയഡ്സ് അടുക്കുന്നതിന് മുൻപായിട്ട് പലർക്കും ഫീൽ ചെയ്യുന്ന ഒന്നാണ് പിമ്പിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു ലക്ഷണം കാണുമ്പോഴേക്കും ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. പീരിയഡ്സ് ആണ് വരാനായിട്ട് പോകുന്നത്, പ്രഗ്നൻസി ഈ മാസവും നഷ്ടമായി പോയിന്ന് ഒരുപാട് പേര് ടെൻഷൻ ആകാറുണ്ട് കേട്ടോ. എന്നാൽ അങ്ങനെയല്ല, അങ്ങനെ ഒട്ടുമല്ല. കാരണം പ്രഗ്നൻസി ആകുമ്പോഴേക്കും പല സ്ത്രീകൾക്കും മുഖത്ത് പിമ്പിൾസ് വരാറുണ്ട്. ഈ പിമ്പിൾസ് നമുക്ക് നോർമലി ഉണ്ടാവുന്നത് ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ്. ഇപ്പൊ PCOD ഉള്ള സ്ത്രീകൾക്ക് ഈസ്ട്രജന്റെ ഡോമിനൻസ് വരുമ്പോഴേക്കും ശരീരത്തിലെ മുഖത്ത് നമുക്ക് പിമ്പിൾസ് വരാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ഈസ്ട്രജൻ ഹോർമോൺ കൂടും, പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടും, HCG ഹോർമോൺ കൂടും. ഇത് മൂന്നും ഇൻക്രീസ് ആകുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ടും ഈ ഒരു മാറ്റത്തിന് നമ്മുടെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് സമയം എടുക്കുമ്പോഴേക്കും വെരി സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തില് ആ ഒരു മുഖത്തൊക്കെ കുരുക്കൾ വരാനായിട്ടും സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളും കഴുത്തിനവിടെയൊക്കെ കറുത്ത പാടുകളും അനുഭവപ്പെടുന്നതാണ്. പ്രഗ്നൻസി മെലാസ്മ എന്നൊരു സിറ്റുവേഷൻ തന്നെയുണ്ട്. നമ്മുടെ ഇപ്പം മൂക്കിന് ഇടുക്കിലുള്ള ഭാഗം, അതായത് മൂക്കിന്റെ ആ ഒരു മൂക്കും നമ്മുടെ ആ ഒരു സ്കിന്നും തമ്മിലുള്ള ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഭാഗം, അതുപോലെ നമ്മുടെ ലിപ്സിന്റെ അറ്റത്തുള്ള ഭാഗം, നമ്മുടെ കഴുത്തിന്റെ ഭാഗം, കണ്ണിന് താഴെയുള്ള ഭാഗം, ഈ ഭാഗത്തൊക്കെ പല സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ആ കറുത്ത പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. ചില പഴമക്കാർ പറയും മുഖത്ത് ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബേബി ബോയ് ഉണ്ടാകുന്നത് കൊണ്ടാണെന്നൊക്കെ ചിലവരൊക്കെ പറയും. അത് കുറച്ച് ശതമാനം ശരിയാണ്, കുറച്ച് ശതമാനം അത് നമുക്ക്
നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ടും പറ്റില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവുന്നത് മെലാസ്മ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മുടെ സ്കിന്നിൽ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും മെലാസ്മ അവർക്ക് ഫീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഹോർമോൺ സർജ്, നമുക്ക് ഹോർമോൺസിനെ ആയിരിക്കും എല്ലാ പ്രഗ്നൻസി ലക്ഷണങ്ങളിലും നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. ഈ ഇത്തരത്തിൽ പ്രഗ്നൻസി ഹോർമോൺസ് ഒന്ന് ഷൂട്ടപ്പ് ആവുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫേസിൽ ബുദ്ധിമുട്ടുണ്ടാകും. ചിലർക്ക് ഫേസിൽ ഭയങ്കര ഗ്ലോ ആയിരിക്കും, പക്ഷെ ചിലവരുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ആ കറുത്ത കരിവാളിപ്പും പാടുകളും അതുപോലെ തളർച്ചയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആണോ ഇല്ലയോ ഒന്ന് കൺഫേം ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് മറ്റൊരു ലക്ഷണമാണ്. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ നഖം പെട്ടെന്ന് വളരുന്നത്. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് നഖം പെട്ടെന്ന് വളരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ ഒരു ഭാഗത്തിനെയും നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺസ് അഫക്ട് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ നഖം വീക്കായി പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നത്, അതെല്ലാം ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പ്രഗ്നൻസി എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മുടെ തലമുടി മുതൽ നമ്മുടെ പാദം വരെ അഫക്ട് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു മാറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നഖം വളരെ എളുപ്പത്തിൽ വളരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്തു പിറ്റേ ദിവസം ആവുമ്പോഴേക്കും അത് പിന്നെയും ഇങ്ങനെ വളരുന്നതായിട്ട് നമുക്ക് തോന്നും. പെട്ടെന്ന് തന്നെ അങ്ങ് വളർന്നവരെയല്ല, ഗ്രാജുവലി അത് നമ്മൾ നോർമലി ഉണ്ടായതിനേക്കാളും കൂടി വളരെ എളുപ്പത്തിൽ നഖം വളർന്നു വരിക. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു കണ്ടീഷനുണ്ട്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് കാൽസ്യത്തിന്റെ മെഡിസിൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ നഖമൊക്കെ പെട്ടെന്ന് വളരാനായിട്ട് തുടങ്ങും. എന്നാൽ ആ മെഡിസിൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല എങ്കിൽ, പെട്ടെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ലക്ഷണമാണിതെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രഗ്നൻസി ആയതിന്റെ കൂടി സൂചനയായിരിക്കും കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മളിലുണ്ടാകുന്ന കാലുവേദനയാണ്. നമ്മുടെ കാലിൽ ചിലപ്പോൾ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നമുക്ക്, അല്ലെങ്കിൽ ആ കാൽപാദത്തിന്റെ ഭാഗത്ത് നമുക്ക് നീരായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് കാലിൽ വേദനയായിട്ടും അനുഭവപ്പെടാം. സാധാരണയായിട്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്നത് ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലോ അല്ലെങ്കിൽ ഒരു തേർഡ് ട്രൈമസ്റ്ററിലോ ആണ്. എന്നാൽ ചുരുക്കം ചില സ്ത്രീകളിൽ ഈ ഒരു കാലുവേദന നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടാറുണ്ട്. നമുക്ക് ഏർലി സ്റ്റേജിൽ ആ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. അതുപോലെ തന്നെ രണ്ടാമതൊരു പങ്ക് വഹിക്കുന്നത് HCG ഹോർമോണാണ്. ഈ ഒരു HCG ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി കുറച്ചൊന്ന് മുൻപോട്ട് പോകുമ്പോൾ ഈ ഒരു HCG ഹോർമോണിൻ്റെ അളവൊന്ന് നോർമലായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പോകാറ്. പക്ഷേ ത്രൂ ഔട്ട് നമ്മുടെ ഒരു 9 months വരെ നമുക്ക് വേണ്ടുന്നതാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ് ഏറെക്കുറെ പല പ്രഗ്നൻസി ലക്ഷണങ്ങളും നമുക്ക് ഉണ്ടാകാനായിട്ടൊരു പങ്ക് വഹിക്കുന്നത്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് പല സ്ത്രീകളിലും ഈ ഒരു കാലുവേദന അല്ലെങ്കിൽ ഉപ്പൂറ്റ് ഭാഗത്തോ അല്ലെങ്കിൽ കാൽപാദത്തിൻ്റെ ഭാഗത്തോ നീര് അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നു. രണ്ടാമതായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന കാൽസ്യത്തിൻ്റെ കുറവ്. നമ്മൾ ആ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു സമയത്ത് കുഞ്ഞൊന്ന് ഗ്രോ ആകുന്നതിനും കുഞ്ഞിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് കിട്ടുന്നതിനും ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്നതാണ് കാൽസ്യം. അതുപോലെ തന്നെ അയേണും അതുപോലെ തന്നെ ഫോളിക് ആസിഡും. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ നമുക്ക് കാൽസ്യത്തിൻ്റെ മരുന്നും അതുപോലെ തന്നെ അയേണിൻ്റെ മരുന്നും ഫോളിക് ആസിഡിൻ്റെ മരുന്നും എഴുതി തരുന്നതുമായിട്ട് കുഞ്ഞിന് വേണ്ടുന്നത് കിട്ടും, പക്ഷെ നമ്മുടെ ശരീരം വീക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആ ഒരു കാൽസ്യം ഡെഫിഷ്യൻസീസ് ഒക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ ഇത്തരത്തിലുള്ള കാലിൽ വേദന അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം ഇല്ലാതായിട്ട് വരിക. പ്രഗ്നൻസിയുടെ സമയത്ത് ആ ഒരു എംബ്രിയോ ഗ്രോ ആകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം കൂടിയേ തീരും. വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മളിൽ ഒരു കാലുവേദന അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമാവുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.